ഓക്കെ. ഈ ഒരു ക്വസ്റ്റ്യൻ SSC CGL ടയർ 2 2023 ബോട്ടം സ്ട്രീമിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഒരു മാനിന് 10 km/h സ്റ്റിൽ വാട്ടറിൽ നീന്താൻ പറ്റും. ദെൻ റിവറിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 4.5 km/h ആണ്. ദെൻ ഇറ്റ് ടേക്സ് 2 hours ടു റോ എ പ്ലേസ് ആൻഡ് കം ബാക്ക് ടു ഇനിഷ്യൽ പോയിന്റ്. ഹൗ ഫാർ ദ പ്ലേസ്? ഓക്കെ, ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തോട്ട് എന്ത് ചെയ്യുക, നീന്തുവാണ്. ആദ്യം ഡൗൺ സ്ട്രീം ആണെങ്കിൽ പിന്നീട് വരുന്ന അപ്പ് സ്ട്രീം ആയിരിക്കും. ഓക്കെ, ഒരെണ്ണം ഒഴുക്കിൻ്റെ അതേ ദിശയാണെങ്കിൽ മറ്റേത് ഓപ്പോസിറ്റ് ദിശയായിരിക്കും. ദെൻ തന്നിട്ടുള്ള മാൻ്റെ സ്പീഡ് 10 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സ്ട്രീമിൻ്റെ സ്പീഡ് 4.5 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. പിന്നെ ടോട്ടൽ എടുക്കുന്ന ടൈം 2 hour എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓക്കെ, ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിസ്റ്റൻസ് ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് എയും ബിയും ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ AB ഡിസ്റ്റൻസ് ആണ്, ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല. ഹൗ ഫാർ ദ പ്ലേസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആവറേജ് സ്പീഡിൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, ടോട്ടൽ 2 hour എടുക്കുന്നു. അപ്പോൾ ഞാൻ ആവറേജ് സ്പീഡിൻ്റെ കോൺസെപ്റ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഡൗൺ സ്ട്രീം സ്പീഡിനെ ഞാൻ D എന്ന് പറഞ്ഞെടുത്തു, അപ്പ് സ്ട്രീമിനെ U എന്ന് പറഞ്ഞെടുത്തു കഴിഞ്ഞാൽ 2D/D+U അതായിരിക്കും ആവറേജ് സ്പീഡ്. ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഇൻറ്റു ടൈം ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Aന്ന് B തൊട്ട് B വരെ പോകുന്നു, Bന്ന് തിരിച്ച് A വരെ പോകുന്നു. ഓക്കെ, അതായിരിക്കും ടോട്ടൽ ഡിസ്റ്റൻസ്. വൺ സൈഡ് ഡിസ്റ്റൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ 2 അതിൽ നിന്ന് എടുത്ത് മാറ്റണം. ഓക്കെ, അപ്പോൾ വൺ സൈഡ് ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഡൗൺ സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ ഡൗൺ സ്ട്രീമിലുള്ള സ്പീഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? 10ഉം 4.5 മാൻ്റെ സ്പീഡും അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഈ പറയുന്ന സ്ട്രീമിൻ്റെ സ്പീഡ്. അപ്പ് സ്ട്രീമിൻ്റെ സ്പീഡ് എന്ന് പറയുമ്പോൾ 10 - 4.5 5.5 എന്ന് പറഞ്ഞു തരും. താഴെയാണെങ്കിൽ ഇത് തമ്മിൽ കൂട്ടുന്നത് 14.5ഉം 5.5ഉം കൂടി കൂട്ടുമ്പോൾ 20 എന്ന് പറഞ്ഞു വരും. ടൈം എന്ന് പറയുന്നത് T ആണ്, 2 മണിക്കൂറാണ്. ഇത് തമ്മിൽ കട്ട് ചെയ്ത് പോവും, താഴെ 10 എന്ന് പറഞ്ഞു വരും. സോ നമുക്ക് ചെയ്യേണ്ടത് 145 × 55. ഓക്കെ, 14.5 × 5.5 ആണ്. അപ്പോൾ ഞാൻ 145 × 55 ചെയ്യുവാണ്. 5, 2, 7 725. ഇവിടെയും 725. ദെൻ 5, 7, 9, 7. ദെൻ ഇവിടെ 2 പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ആദ്യമേ 2 പോയിന്റ് മാറ്റി കുത്തിട്ടു. അപ്പോൾ 79.75 കിട്ടും /10. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 7.975 ആയിരിക്കും.